അമ്മയ്ക്ക് ഇപ്പൊ ഈ ചെറിയ ഊട്ടി, മൂന്നാർ ഇതൊന്നും ഒരു യാത്രയെ കൂട്ടണില്ല ആള്. അമ്മക്ക് വലുത് ഈ നോർത്ത് ഇന്ത്യ ഒന്നെങ്കിൽ ഹിമാലയം വേണം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ പോകണം. എന്നാലും അപ്പൊ അതൊരു യാത്രയെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ പോയതില് ഇതിന് ശരത്ത് ഉത്തരം പറയരുത്, അമ്മയോടാണ് ഉത്തരം എനിക്കറിയാം. പോയതില് ഏറ്റവും കൂടുതൽ അമ്മ ആസ്വദിച്ചതും ഇഷ്ടപ്പെട്ടതും, ചിലപ്പോ നമ്മൾ ആസ്വദിച്ച യാത്ര ആയിരിക്കില്ല നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനുണ്ടാവുന്നത്. ഇത് ഏതാണ്, ഏത് സ്ഥലമാണ് അല്ലെങ്കിൽ യാത്രയാണ്? ഏറ്റവും ഇഷ്ടമായത് ലഡാക്ക് യാത്ര. ഇഷ്ടമായത് ഞങ്ങളുടെ മനാലി യാത്രയാണ്. പക്ഷെ ലഡാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു, ഇവരൊക്കെ 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്, എന്തിനാണ് ആ ഇത്രയ്ക്കധികം പോണേന്ന് ഞാൻ അപ്പോൾ വിചാരിക്കാറുണ്ട്. പോയി കണ്ടപ്പോഴാണ് അതിൻ്റെ രസം അറിഞ്ഞത്. നമ്മളല്ലാതെയാവും ഭയങ്കര ഫ്രീ ആണ് ലഡാക്കിൽ പോയ. അത്ര സന്തോഷം എവിടെയില്ല. ഇന്ന് എനിക്ക് എവിടെ പോകണം എന്ന് രണ്ടാമതും ചോദിച്ച ഒരു ഉത്തരേ ഉള്ളൂ, ലഡാക്ക്. പ്ലാൻ ഉണ്ടോ? കൊണ്ടുപോകാലോ, ലഡാക്കിൽ പോകാൻ എന്താ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ കുറച്ചും കൂടെ സൗകര്യം കൂടി. ഇപ്പൊ ഈസിയാ. നാളെ പോണോ, നാളെ പോവാം, അത്രേ ഉള്ള ബുദ്ധിമുട്ട്. അല്ല അങ്ങനെയല്ല, ഞാനൊരു പ്രാസം പറഞ്ഞതാ. അമ്മ റെഡിയായി നാളെ പോവാൻ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മളിങ്ങനെ ആദ്യം ഈ പുസ്തകത്തിൽ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, അമ്മ ഈ വടക്കുന്നാഥന്റെ അടുത്ത് ദിവസം പോയിക്കൊണ്ടിരിക്കുന്ന ഒരാള് അതിൽ നിന്ന് മാറി വേറൊരു തലത്തിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കുന്നാഥൻ ഇവിടെ ഉള്ളപ്പോ വടക്കുന്നാഥനെ കാണാം, അല്ലാത്തപ്പോ പല സ്ഥലങ്ങളിൽ പോവാം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ? വടക്കുന്നാഥൻ കൂടെ പോന്നു. അത് ഇപ്പോ കൈലാസ, ഞങ്ങളൊരു യാത്ര പോയി കൈലാസ്. അത് എന്റെ വടക്കുന്നാഥനെ കാണാൻ പോലെ തന്നെയാണ് അവിടെ പോയി കണ്ടപ്പോഴും. അപ്പൊ മൂപ്പരെന്റെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ മഹാകുംഭമേള സമയത്തുള്ള ഒരു കുംഭമേള? ഞാൻ ആദ്യം പോയപ്പോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ആദർശ് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാ പോയത്. പക്ഷെ ആദ്യം ഞാൻ അമ്മ എത്ര തിരക്കിന്റെ ഇടയിലേക്ക് കൊണ്ടുപോകണോ വേണ്ടേ എന്നുള്ളൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ വന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ എല്ലാം സിസ്റ്റമാറ്റിക് ആയിരുന്നു, എല്ലാം കറക്റ്റ് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. ഞാനും മറ്റേ അമൃതാനന്ദമയ ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അമ്മോട് പറഞ്ഞു, കേറിക്കോ, പോരാ, ഒന്നും ആലോചിക്കണ്ടെന്ന് പറഞ്ഞു, പോന്നോളാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഇതേപോലെ വേറെ എന്റെ ഒരു ഫ്രണ്ട് കൂട്ടിച്ചേർത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനും അമ്മയും കൂടി ഫ്ലൈറ്റ് കയറി നേരെ അങ്ങോട്ട് പോകും. അവിടേക്ക് വരികയാണ് ചെയ്തത്. ഒരുമിച്ചല്ല പോയത്? ഒരുമിച്ചല്ല പോയെ. ഞാൻ ആദ്യം പോയപ്പോ ഇത്രയും തിരക്കിന്റെ ഇടയിലേക്ക് കൊണ്ടുപോയാൽ പെടുവോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്കും. അങ്ങനെ എന്താ പറയാ, അവിടെ വിളിച്ചു പറഞ്ഞുള്ള ഒരു സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബ്ലൈൻഡ് ആയിട്ട് പോയതാ. അവിടെ എത്തിയപ്പോ എല്ലാം കിട്ടി, എല്ലാം കറക്റ്റ് കിട്ടി. ഒരു പോലീസുകാരനെ കിട്ടി, ആശ്രമം കിട്ടി, എല്ലാം കറക്റ്റ് കിട്ടി. അപ്പൊ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, കേറിക്കോ. മുംബൈയിലേക്ക് പോകാൻ വേണ്ടിട്ട് ശരത്തിന് അമ്മയുടെ അടുത്ത് നുണ പറയേണ്ടി വന്നു പോകാൻ വേണ്ടിട്ട്. പക്ഷെ പിന്നീട് മുംബൈക്ക് ശേഷം ഒരു യാത്ര എന്നുള്ളത് വീട്ടിൽ മുംബൈ പോണ വരെ ടിപ്പിക്കൽ മല്ലു മദറായിരുന്നു അമ്മ. ഇപ്പൊ ഒരു ഡ്രഗ് ഹോളിക് എന്നൊക്കെ പറയണ പോലെ ട്രാവൽ ഹോളിക്കായി മാറി. അതായത് ഇപ്പൊ യാത്ര ചെയ്തില്ലെങ്കിൽ വയ്യാണ്ടേ ആവണു, ഇപ്പൊ യാത്ര ചെയ്തില്ലെങ്കിൽ ഡിപ്രഷൻ വരുന്നു, യാത്ര ചെയ്തില്ലെങ്കിൽ സ്ട്രെസ് വരുന്നു അമ്മയ്ക്ക്. അപ്പൊ എങ്ങടെങ്കിലും ഒരു പെട്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ സെറ്റ്, അടിപൊളി, കൂൾ.